വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ഇപ്പോൾ ബി.ജെ.പി. മുൻ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ മിനി നമ്പ്യാർ ഭർത്താവും ബി.ജെ.പി. നേതാവുമായ കെ രാധാകൃഷ്ണന്റെ കൊലപാതകത്തിൽ അറസ്റ്റിലായിരിക്കുന്നു എന്നത്. ഭർത്താവിന്റെ കൊലപാതകത്തിൽ ബി.ജെ.പി. മുൻ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ ഭാര്യ മിനി നമ്പ്യാർ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. കുറച്ച് നാളുകൾക്ക് മുൻപാണ് കൊലപാതക വാർത്ത നമ്മുടെ മുൻപിലേക്ക് എത്തിയത്. ഈ മിനി നമ്പ്യാരുടെ സുഹൃത്തു കൂടിയായ സന്തോഷാണ് ഭർത്താവിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ഈ കാട്ടുമൃഗങ്ങളെയൊക്കെ വേട്ടയാടാനുള്ള തോക്കായിരുന്നു അതെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അന്ന് തന്നെ വലിയ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടന്നതാണ്. എന്താണ് സംഭവിച്ചത്? പിന്നീട് മാധ്യമങ്ങൾ അത് മുക്കുകയായിരുന്നു. കാരണം ബി.ജെ.പി. നേതാക്കളാണല്ലോ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ താല്പര്യമില്ലാതെ പോയി മാധ്യമങ്ങൾക്ക്. പക്ഷേ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു എന്ന വാർത്ത ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. മിനി നമ്പ്യാർ മുൻ ബി.ജെ.പി. ജില്ലാ കമ്മിറ്റി അംഗമാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ മിനി നമ്പ്യാരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ ഗൂഢാലോചനയിൽ മിനി നമ്പ്യാർക്ക് കൂടി പങ്കുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇവരുടെ ഫോൺ രേഖകൾ പരിശോധിച്ച സമയത്ത് ഈ കൊലപാതകം നടത്തിയ ഒന്നാം പ്രതി സന്തോഷ് കൊലപാതകത്തിന് മുൻപും ശേഷവും മിനി നമ്പ്യാരുമായി ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യവും കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തുടർച്ചയായി അതിന് മുൻപുള്ള ദിവസങ്ങളിൽ ഫോൺ സന്ദേശങ്ങൾ അയക്കുകയും ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം പോലീസിന് അന്വേഷണത്തിൽ വ്യക്തമാവുകയും ശാസ്ത്രീയ തെളിവുകൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ചോദ്യം ചെയ്യലിൽ കൂടി മിനി നമ്പ്യാർ ഈ കാര്യങ്ങൾ തുറന്ന് സമ്മതിച്ചതോടുകൂടിയാണ് മിനി നമ്പ്യാരുടെ അറസ്റ്റ് പരിയാരം പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ബി.ജെ.പിയുടെ പ്രാദേശിക നേതാവായിരുന്നു കൊല്ലപ്പെട്ട കെ രാധാകൃഷ്ണൻ. ഒരു മാസം മുമ്പാണ് രാധാകൃഷ്ണനെ സന്തോഷ് എന്ന് പറയുന്ന പ്രതി, രാധാകൃഷ്ണന്റെ വീട്ടിൽ ഈ നിർമ്മാണ ജോലിക്ക് വന്ന സന്തോഷ് എന്ന് പറയുന്ന പ്രതി വെടിവെച്ച് കൊലപ്പെടുത്തുന്നത്. ഈ സന്തോഷും മിനി നമ്പ്യാരും സ്കൂളിൽ സഹപാഠികളായിരുന്നു. അവർ അതിനുശേഷം പിന്നീട് ഒരു ഈ വിദ്യാർത്ഥികളുടെ വീണ്ടും ഒരുമിച്ച് ചേർന്ന സമയത്ത് വീണ്ടും പരിചയം പുതുക്കുകയും അതിനുശേഷം സുഹൃത്ബന്ധം തുടരുകയും ചെയ്തിരുന്നു. ഈ കാര്യത്തിൽ ഈ രാധാകൃഷ്ണൻ എതിർപ്പ് അറിയിക്കുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ വൈരാഗ്യത്തിലാണ് രാധാകൃഷ്ണനെ സന്തോഷ് വെടിവെച്ച് കൊല്ലുന്നത്. ആ ഗൂഢാലോചനയിൽ മിനി നമ്പ്യാർക്ക് കൂടി പങ്കുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ രണ്ടാം പ്രതിയാക്കിക്കൊണ്ട് മിനി നമ്പ്യാരെ പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ രണ്ടുപേരും ബി.ജെ.പിയുടെ നേതാക്കൾ തന്നെയാണ്. രാധാകൃഷ്ണൻ ബി.ജെ.പിയുടെ പ്രാദേശിക നേതാവാണ്. അതോടൊപ്പം തന്നെ മിനി നമ്പ്യാർ ബി.ജെ.പിയുടെ മുൻ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽക്ക് തന്നെ മിനി നമ്പ്യാരുടെ പങ്ക് ഇതിൽ സംശയിക്കുകയും പോലീസ് അതിന്റെ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വെടിവെച്ച് കൊല്ലാൻ സന്തോഷ് രാധാകൃഷ്ണനെ വെടിവെച്ച് കൊല്ലാൻ ഉപയോഗിച്ച തോക്ക് കണ്ടെത്തിയത് മിനി നമ്പ്യാരും അമ്മയും താമസിക്കുന്ന വീടിന്റെ വിറകുപുരയിൽ വച്ചായിരുന്നു. അതിനുശേഷം അതിൽ നിന്ന് പോലീസ് മനസ്സിലാക്കുന്നത് ഈ കൊലപാതകത്തിന് ശേഷം ഈ സന്തോഷ് മിനി നമ്പ്യാരെ കാണാനായി പോയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന് മനസ്സിലായിട്ടുള്ളത്. ഈ തെളിവുകളെല്ലാം ശേഖരിച്ചതിന് ശേഷമാണ്, സാഹചര്യ തെളിവുകൾ മാത്രമല്ല ശാസ്ത്രീയ തെളിവുകൾ കൂടി ശേഖരിച്ചതിന് ശേഷമാണ് മിനി നമ്പ്യാരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കണ്ണൂർ ജില്ലയിലെ ഈ ബി.ജെ.പിയുടെ ഒരു വനിതാ നേതാവാണ് മിനി നമ്പ്യാർ എന്ന് പറയുന്നത്. രാധാകൃഷ്ണനും അതോടൊപ്പം തന്നെ ബി.ജെ.പിയുടെ സജീവ നേതൃത്വമായിരുന്നു. ഈ ബി.ജെ.പി. ഈ സന്തോഷമായുള്ള പരിചയത്തിന് ശേഷമാണ് ഈ ഭർത്താവിനെ കൊലപ്പെടുത്താനുള്ള ചർച്ചകൾ, ഗൂഢാലോചനകൾ നടന്നത് എന്നുള്ളത് കൂടി പോലീസിന്റെ അന്വേഷണത്തിൽ മനസ്സിലായിട്ടുണ്ട്.